നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2026 ജനുവരി മാസം 23-ാം തീയതി 1201 ആണ്ട് മകരമാസം 9-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ നക്ഷത്രം പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രം ശുഭനക്ഷത്രമാണ്. ശുഭകാര്യങ്ങൾക്കെല്ലാം എടുക്കാവുന്ന നക്ഷത്രമാണ് ശരിക്കും പൂരുരുട്ടാതി നക്ഷത്രം. ഒരു നക്ഷത്രം കൊള്ളാം, നല്ല ദിവസം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്ത് ശുഭകാര്യങ്ങൾക്കും നമുക്കിറങ്ങാം, അത് വിജയത്തിലേക്ക് വരും. അപ്പോൾ നല്ല ദിവസം കിട്ടിയാൽ നല്ലതെല്ലാം ചെയ്യാം. അതുപോലെ ബർത്ത്ഡേ വന്നിട്ടുള്ളത് പൂരുരുട്ടാതി നക്ഷത്രം, മകരമാസത്തിലെ പൂരുരുട്ടാതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷം ഭാഗ്യദായകമായ ഒരു വർഷമാണ്. സാമ്പത്തിക നേട്ടം ഉണ്ടാവും. വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശുക്രൻ ഗ്രഹകാരകനാണ്, വാഹനത്തെ പ്രദാനം ചെയ്തു തരും. അതുപോലെ ഏറ്റവും പ്രധാനം കൊടുക്കേണ്ടത് കല്യാണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക്, വിവാഹം നടക്കാതിരിക്കുന്നവർ, വിവാഹ ജീവിതത്തിൽ ചില പ്രോബ്ലംസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ, ചില പേര് കുടുംബ കോടതിയുമായിട്ട് കേസ് നടക്കുന്നവരാവട്ടെ, ഇങ്ങനെയൊക്കെ നിൽക്കുന്നവർക്ക് അതിനൊരു പരിഹാരം കാണാൻ പറ്റിയ ഒരു വർഷമാണ്. നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചാൽ പെട്ടെന്ന് കാര്യങ്ങൾ പൂർത്തീകരിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മക്കളുടെ കല്യാണം നടക്കാതിരിക്കുന്നവരാവട്ടെ, മക്കൾക്ക് ജോലി കിട്ടാതെ വിഷമിച്ചിരിക്കുന്നവർക്കാവട്ടെ, അതിനെല്ലാം പരിഹാരം ഉണ്ടാവും ഈ ഒരു വർഷം കൊണ്ട്. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നല്ല ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു എങ്കിലും രാവുകാല സമയം നോക്കി യാത്ര തിരിക്കണം. 10 തൊട്ട് 12 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 11 മണി കഴിഞ്ഞാലേ രാവുകാലം തുടങ്ങുള്ളൂ. 11 മണി 10 മിനിറ്റ് തൊട്ട് 12:36 വരെ രാവുകാല സമയവും. പിന്നെ ഒരു കാര്യത്തിനും എടുക്കാൻ പാടില്ലാത്ത 2 സമയങ്ങളാണ് ഗുളികനും യമകണ്ഠനും. ഗുളികൻ്റെ ബന്ധം പറഞ്ഞത് 8:17 തൊട്ട് 9:43 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 3:29 തൊട്ട് 4:56 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ ഇന്നും മുഹൂർത്തമുണ്ട്. അതിൽ ഏറ്റവും നല്ല മുഹൂർത്തമാണ് അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:12 തൊട്ട് 1 മണി വരെ. ഈ സമയം നമുക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കാം. അതുപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.